ഒരു പെണ്ണ് ഗർഭിണിയായി, രോഗമാണോ? ഗർഭിണിയാവുക എന്നുള്ള രോഗമാണോ? പ്രസവം അതൊരു രോഗമാണോ? അല്ലല്ലോ. പിന്നെന്താ? അത് ശരിക്ക് കൽപ്പിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നീങ്ങും, രോഗി മരിച്ചു പോകും. ക്യാൻസർ രോഗമാണ്, ചെറിയൊരു പനി ജലദോഷമൊക്കെ രോഗമാണ്. പ്രസവവും പെണ്ണ് ഗർഭിണിയാകലൊന്നും രോഗമല്ലല്ലോ. പിന്നെന്താണത്? രോഗത്തിലേക്ക് നീങ്ങും. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഒരു പെണ്ണ് ഗർഭിണിയായൊരു പെണ്ണ് വീട്ടിലുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ അള്ളാഹ് പറയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവർ പ്രാർത്ഥിക്കും. ഫലമ്മ അസ്കലത്ത്, ആ ഗർഭമോൾക്ക് ഭാരമുള്ളതായാൽ, പ്രസവിക്കാൻ സമയമായാൽ ദഅവുല്ലാഹ റബ്ബഹുമ, ഭാര്യയും ഭർത്താവും അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ജാഹിലിയ കാലത്തിൽ വരെ എന്താ പ്രാർത്ഥിക്കുക? ലഇൻ അതൈതനാ സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുർആനാണ്. ഞങ്ങൾക്ക് അംഗവൈകല്യങ്ങളില്ലാത്ത സുന്ദരനായ സുമുഖരായ നല്ല സാലിഹീങ്ങളായ മക്കളെ തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദി കാണിക്കാം എന്ന് പറയും. പക്ഷെ അള്ളാഹ് പറയാണ്, അവർ നന്ദികട കാണിച്ചത് അവർക്ക് മക്കളെ കൊടുത്തപ്പം അവർ നേർച്ചക്കട വിട്ടാൻ വേണ്ടി പോയി. അവർ പല നന്ദികേടും കാണിച്ചിട്ടുണ്ട്. ഒരു ഉമ്മ 5ഉം 6ഉം 8ഉം പ്രസവിച്ചു. നമ്മളെ ഭാര്യയാണ് ആ ഉമ്മ. പലപ്പോഴും നമുക്കറിയാം, നമ്മളെ ഭാര്യ 4ഉം 5ഉം 8ഉം ഒക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ഗർഭിണിയായി ആശുപത്രി കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചു. നമ്മൾ പുറത്ത് കാത്തിരിക്കും, പ്രസവിച്ചു എന്നുള്ള വിവരം കിട്ടാൻ വേണ്ടി. ബില്ലടക്കം കാശ് തിരഞ്ഞു പോകും, നമ്മൾ അതിനു വേണ്ടിയൊക്കെ ഒരുങ്ങും. അതല്ലാതെ മറ്റ് വികാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളെ ഭാര്യ പ്രസവിച്ച് നമുക്ക് തന്ന ആ മക്കളിൽ ഒരു മകള്, നമ്മളെ ഭാര്യ പ്രസവിച്ച് നമുക്ക് തന്ന മകളിൽ ഒരു മകൾ ഗർഭിണിയായി. ആ മകളെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുറ്റത്ത് കാത്തിരിക്കുന്ന വാപ്പയും ഉമ്മയും, അത് വല്ലാത്തൊരു രംഗമാണ്. സ്വന്തം ഭാര്യ പ്രസവിച്ചപ്പോൾ ഉണ്ടാകാതിരുന്ന വേദന, ആ ഭാര്യ പ്രസവിച്ച് തന്ന മക്കളിൽ ഒരു പെൺകുട്ടിക്ക് പ്രസവമായിട്ട് രാവിലെ ലേബർ റൂമിലേക്ക് കയറ്റിയതാ. വൈകുന്നേരം വരെ പ്രസവമായിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മാനെ വിളിക്കുന്നുണ്ട്. ഉമ്മ അകത്തേക്ക് പോയിട്ട് നിറകണ്ണുകളോടെ വരിക. കണ്ണ് നിറഞ്ഞിട്ടാണ് വരണത്. കാണാൻ കഴിയണില്ല മോളെ കാണാൻ കഴിയുന്നില്ല. വേദന സഹിക്കുകയാണ് അവൾ. എന്ത് വേദനയാണ്! ശരീരത്തിലെ മുഴുവൻ നാഡീ നരമ്പുകൾ തെറിച്ച് ആ വേദന സഹിച്ച് അവിടെ കിടക്കുക. നമ്മളങ്ങനെ പറയും. ആ അവസ്ഥയുണ്ട് സഹോദരങ്ങളെ. എങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു പെണ്ണ് മരിച്ചു പ്രസവത്തിൽ. എന്താ കാരണം? ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതറിയാത്തത് കൊണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ തൊപ്പിയും താടിയും വെച്ച, ദീനിൽ അങ്ങേയറ്റത്ത് അവഗാഹമുണ്ട് എന്ന് പറയുന്ന, ദീനിനെ തെറ്റായി മനസ്സിലാക്കിയ, ദീനിൽ ഒലിവ് കാണിച്ചത്. 4 മക്കളെ പ്രസവിച്ചത് ആശുപത്രിയിലാണ്. ആൺകുട്ടികളാണ് 4ഉം 5നും 4നും 15നും ഇടയിലുള്ള ആൺകുട്ടികൾ. പിന്നെ അതിനിടയിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ കാണിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ അടി മരിച്ചുപോയി. പിന്നെ വീട്ടിൽ വെച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുപോകാതെ അയൽവാസികളായ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ആ ഉപ്പിമ്മ അവിടെ വരണത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ ഉപ്പിമ്മയും. മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറഞ്ഞത്, ശരീരത്തിൽ പൊള്ളിയതടക്കമുള്ള ഭീകരമായ പരീക്ഷണങ്ങൾ ആ പെണ്ണിൻ്റെ ശരീരത്തിൽ നടത്തിയ അടയാളമുണ്ടെന്നാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് സ്വകാര്യ ഭാഗത്ത് പുഴുക്കൾ അരിച്ചു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ആശുപത്രിക്ക് കൊണ്ടുപോകാതെ അക്യുപഞ്ചറും മാത്രം കൊടുത്തിട്ട് കിടത്തിയെന്നാണ്. കൊണ്ടുപോയില്ല ആശുപത്രിയിലേക്ക്. ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല, ഇത് ദീൻ പഠിപ്പിച്ച മാർഗവുമല്ല. സഹോദരങ്ങളെ, തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. എന്താണ് ഇസ്ലാമിൻ്റെ ചികിത്സയുടെ രീതിശാസ്ത്രം എന്താണ് ഇസ്ലാം പറഞ്ഞത്? ഫൈദാ മരുത്ത് ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ഷിഫയാക്കുന്നത് അള്ളയാണ്. മരണവും ചികിത്സയും തമ്മിലൊന്നും ഒരു ബന്ധമില്ല, അത് വേറെ കാര്യം. മരണവും ചികിത്സയും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ രോഗം തരുന്നത് അള്ളാഹ്, അത് പരീക്ഷണമാണ്. ഷിഫയാക്കുന്നതും അള്ളാഹ്. എങ്കിൽ എന്താണ് ആ ഷിഫ? പരിശുദ്ധ ഖുർആനിൽ ഷിഫവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹ്ക്കറിയാം ഏത് രോഗം ഒരു മനുഷ്യന് വന്നാലും ആദ്യം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കാം. മറിയം ബീവി പ്രസവത്തിൻ്റെ സമയത്ത്, പ്രസവവേദനയ്ക്ക് ഖുർആനിൽ മഹാൽ എന്നാണ് പറഞ്ഞത്. പ്രസവവേദനയുടെ അറബി ഖുർആൻ പ്രയോഗിച്ച അറബി പദം മഹാൽ എന്നാണ്. മഹാൽ. മറിയം ബീവിയുടെ കഥ പറയാണ്. പ്രസവവേദന വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ മറിയം ബീവി പറഞ്ഞു. എന്താ പറഞ്ഞത്? പടച്ചോനെ, ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ പറഞ്ഞത്.
ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന വാക്ക്. ഇൻകുത്തു നസിയം മനസ്സിയ, ഞാൻ പാടെ വിസ്മരിക്കപ്പെട്ടവളായി മാറിയിരുന്നെങ്കിൽ. യാലേത്തനെ മിത്തു കപിലഹാദ, ഈ പ്രസവത്തിന് മുമ്പ് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. അത്രമാത്രം വേദന സഹിച്ചത്. അള്ളാഹു പറഞ്ഞു, സങ്കടപ്പെടേണ്ട, ലാ തഹ്സനി, ദുഃഖിക്കണ്ട, വിഷമം വേണ്ട. എന്നിട്ട് അള്ളാഹു തആല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പ്രസവവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. സുഖപ്രസവം കിട്ടാൻ ഗർഭിണിയായ ഒരു പെണ്ണ് എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷിക്കണം. ശരീരം ഇളകണം. ഈത്തപ്പഴ മരം പിടിച്ച് കുലുക്കാൻ പറഞ്ഞു, ശരീരം ഇളകട്ടെ എന്ന് പറഞ്ഞു. ആ ഈത്തപ്പഴം കുലുക്കുമ്പോൾ അത് വീണാൽ ആ ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ പറഞ്ഞു, ഭക്ഷിക്കാൻ പറഞ്ഞു. ശരീരത്തിന് ആരോഗ്യവും കെൽപ്പും വേണം. പ്രസവിക്കണമെങ്കിൽ വേദന സഹിക്കാനുള്ള ശക്തി വേണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. രോഗം അള്ളാഹു തരും. അള്ളാഹു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അപ്പോൾ എവിടെയാണ് ആദ്യം? ഇപ്പോൾ ഈ ക്യാൻസർ എന്ന രോഗമൊക്കെ വന്നിട്ട് കൂടുതൽ പിടിച്ചു നിന്നവരാരാന്നറിയങ്ങൾ? മനസ്സിന് കരുത്തുള്ള ആൾക്കാർ കുറേ കാലം ജീവിച്ചു എന്നാണ് പറയുക. ഡോക്ടർമാർ പറയും ഒരു ഏതാനും ദിവസങ്ങൾ മാത്രം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടും അദ്ദേഹം 5 കൊല്ലമൊക്കെ ജീവിച്ചു. ഡോക്ടർമാർ പറയും മനക്കരുത്തുണ്ടെന്നാ. മനസ്സിനെയാണ് ആദ്യം ബാധിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഷിഫ ലിമാ ഫിസ് സുദൂർ, മനസ്സിനെ, ഹൃദയത്തെ. ഷിഫ എവിടെയാണ്? അവിടെയാണ് ഷിഫ. പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കറിയാം. വയഷ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന് ഷിഫ കിട്ടാൻ, ശമനം കിട്ടാൻ. മുഅ്മിൻ ഒരിക്കലും ഏത് രോഗം വന്നാലും പതറാൻ പാടില്ല. മുഅ്മിനിന് ഒരു ചികിത്സാ രീതിയുണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നടത്തണം. ശരി, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് ആശുപത്രിയിൽ കൂടാനൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു തലവേദന, പനിയൊക്കെ വരുമ്പോഴേക്ക്, ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്ത് ചെയ്യണം? ഇസ്ലാമികമായ റുഖിയ ചെയ്യുക. എന്താണ് ആ റുഖിയകൾ? മന്ത്രവാദങ്ങളല്ല, ഏലസുകളും തകിടുകളുമല്ല. പിന്നെന്താണ്? ആയത്തുകളുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, റസൂൽ നടത്തിയതുണ്ട്. അത് ചെയ്യണം. അതാണ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദതൈൻ, ഇതൊക്കെ ഓതുക. പ്രത്യേക ദിക്റുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് നടത്തിയ ദിക്റുണ്ട്. റസൂലുള്ളാഹിക്ക് ശരീരത്തിന് ഭയങ്കരമായ വേദന. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു അള്ളാഹിൻ്റെ റസൂലിനോട്, റസൂലെ എന്താ പ്രയാസമുണ്ടോ, റസൂലെ ബുദ്ധിമുട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു നഅം. ഉടനെ ജിബ്രീൽ പറഞ്ഞു ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ദിക്ർ റുഖിയ ചെയ്യാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമുക്ക് എന്തിനാണ്? നമ്മൾ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ഖുർആനിലെ ദിക്റുകളും ദുആകളൊക്കെ ചെയ്യുക. അതിന് തന്നെ ഓടേണ്ട കാര്യമില്ല. എന്നാൽ അത് മാത്രം ചെയ്ത് എത്ര രോഗം മൂർജിച്ചാലും എത്ര കഠിനമായാലും ഞാൻ ഈ വേറൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? അല്ല. പിന്നെ റസൂൽ നടത്തിയ ഷിഫ എന്ന് പറഞ്ഞ തേന് ഖുർആൻ പറയാണ് ഷിഫ ഉല്ലിന്നാസ്. ഖുർആനിലെ ഷിഫയാണിത്. തേന് എല്ലാ ജനങ്ങൾക്കും ഷിഫയാണെന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പം തേന്, ഒരല്പം തേന് കുടിച്ച് നോക്കുക. റസൂലുള്ളാഹിൻ്റെ ചികിത്സകളുണ്ട്. കരിഞ്ജീരകം ഉപയോഗിച്ച് നോക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ വീടുകളിൽ റസൂൽ നടത്തിയതൊക്കെ അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഷിഫയാക്കണം പഠിച്ചവനാണല്ലോ. ശരി, എന്നിട്ടും മാറുന്നില്ല. എന്താ വേണ്ടത്? ഇതൊക്കെ പഠിപ്പിച്ച സ്വഹാബികൾ എന്താ ചെയ്തത്? റസൂൽ പഠിപ്പിച്ച ഇതൊക്കെ ചെയ്ത സ്വഹാബികൾ എന്താ ചെയ്തത്? സഹോദരങ്ങൾ, ഇവിടെയാണ് ചികിത്സയും ചിന്തയും നമുക്ക് വേണം. എല്ലാ രോഗത്തിനും ഒരേ ചികിത്സയാണോ? അക്യൂപഞ്ചർ, ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമുണ്ടതിൽ. നല്ല ചികിത്സാ രീതിയാണത്. പക്ഷേ ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും അത് മാത്രമെന്ന് പറഞ്ഞ് നിർത്താണോ വേണ്ടത്? എത്ര രോഗം മൂർജിച്ചാലും അതല്ലാതെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നിർത്താണോ വേണ്ടത്? അങ്ങനെ മരിക്കണമെങ്കിൽ അത് മരിക്കട്ടെ എന്ന് പറയാണോ വേണ്ടത്? അതാണോ ഇസ്ലാം? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓരോ ചികിത്സക്കും അതിൻ്റേതായ രോഗങ്ങളും അതിൻ്റേതായ രീതിയും അതിൻ്റേതായ രോഗ അവസ്ഥകളുമുണ്ട്. ആ അവസ്ഥകൾക്കനുസരിച്ചാണ് ഓരോ ചികിത്സാ രീതിയെയും, അത് അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും നാച്ചുറോപ്പതി ആണെങ്കിലും പ്രകൃതി ചികിത്സയാണെങ്കിലും ഏത് ചികിത്സയാണെങ്കിലും അതറിഞ്ഞ് ബുദ്ധിയോടെ ചിന്തയോടെ ഉപയോഗിക്കണം. അതാണല്ലോ വേണ്ടത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ശിഫ ഖുർആനിലുണ്ട്, ആയത്തുകളിലുണ്ട്. അതൊക്കെ ചെയ്തു. ഖുർആനിൽ വന്നതാണ് തേൻ ഷിഫയാണെന്ന്, അതുപയോഗിച്ചു. വഹിയാണ്, റസൂലുള്ളാഹിൻ്റെ വഹിയാണ്. റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹിയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി മറ്റ് പല വസ്തുക്കളും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതൊക്കെ ചെയ്തു. നിങ്ങൾ നോക്കൂ, ഖൈബറിൽ ആരാ? റുഫൈദത്തുൽ അസ്ലമിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റുഫൈദത്തുൽ അസ്ലമിയ സ്വഹാബിയ്യത്തുൻ ജലീല,
പ്രമുഖ സ്വഹാബി വനിതയാണ് റുഫൈദത്തുൽ അസ്ലമിയ. ആരാണ് പറഞ്ഞറിയോ? അവ്വലു മുമർരിള വ തബീബ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ നെയ്സും ആദ്യത്തെ ഡോക്ടറുമാണ്. ആദ്യത്തെ നെയ്സും ആദ്യത്തെ ഡോക്ടറുമാണ് റുഫൈദത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. അവർ ഖൈബറിലുണ്ടായിരുന്നു, ഹുനൈനിലുണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ടെൻറ്റ് നിർമ്മിക്കാൻ അനുവാദം കൊടുത്തു. എന്തിന്? രോഗികളായ ആളുകളെ, കൈ പൊട്ടിയ ആൾക്കാർ, കാല് പൊട്ടിയ ആളുകൾ, മാരകമായ മുറിവ് സംഭവിച്ച ആളുകൾ, അവർക്കൊക്കെ സർജറി ചെയ്യാൻ. എന്താ അമലിയത്തുൻ ജിറാഹിയ എന്ന് പറഞ്ഞാൽ സർജറിയാണ്. ചിലത് സർജറി ചെയ്യേണ്ടി വരും. അവർ ആ ടെൻറ്റുകളിൽ അവർ ചികിത്സ നടത്തി, മുറിവുകൾ വെച്ച് കെട്ടി. ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന റസൂലുള്ള മസ്ജിദുൻ നബവിയിൽ ഒരു ടെൻറ്റ് നിർമ്മിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ നിർമ്മിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പഠിച്ച സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കൂട്ടം അറാബികൾ വന്നിട്ട് ചോദിക്കുക, ശരി റുഖിയ ശരഈ ചെയ്യണം, രോഗം വന്നാൽ ഷിഫയാക്കുന്നവൻ അള്ളയാണ്, തേനിൻ്റെ ചികിത്സയുണ്ട്, ഖുർആനിൻ്റെ ചികിത്സ, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതനാദ, ഇനി ഞങ്ങൾ ചികിത്സിക്കണം, ഇതല്ലാത്ത വേറെ വല്ല ചികിത്സയും വേണോ? ചികിത്സ വേണോ? ഖാല നഅം, റസൂൽ പറഞ്ഞു അതെ. എന്നിട്ട് റസൂൽ പറയും, യാ ഇബാദല്ലാഹ്. ചോദിച്ചത് അറാബികളാ, മറുപടി അറാബികൾക്ക് മാത്രമല്ല. റസൂൽ പറയാണ്, ഇനി ചികിത്സ വേണോന്നാ ചോദിച്ചത്. അതിന് മറുപടി, യാ ഇബാദല്ലാഹ് തദാവൗ, ചികിത്സിക്കണം, അള്ളാഹിൻ്റെ അടിമകളെ ചികിത്സിക്കണം. ഒരു രോഗവും അല്ല വെച്ചിട്ടില്ല, ഇല്ലാ വുളിഅ ലഹു ശിഫാ, ശഫ ഇല്ലാതെ, ഔ ദവാഅൻ മരുന്നില്ലാതെ, ഇല്ലാ ദാഅൻ വാഹിദ, ഒരൊറ്റ രോഗമൊഴികെ, അതിന് മരുന്നില്ല. അതെന്താ? ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു അതേതാ റസൂലേ? വമാ ഹുവ? ഖാല അൽ ഹറം, അത് വാർദ്ധക്യമാണ്. വാർദ്ധക്യമായ പിന്നെ മുട്ടുകാല് വേദനയും കൈകാല് വേദനയും ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവും. അതിന് ഇനി ചിലപ്പം പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ചെറുപ്പക്കാരനാകാനൊന്നും പറ്റൂല. റസൂൽ പറയും, ഒരു രോഗത്തിന് ഒഴികെ ബാക്കി എല്ലാത്തിനും മരുന്നും ചികിത്സയുണ്ട്. ആ രോഗം ഏതാണ്? വയസ്സായാൽ പിന്നെ ഇനി കുറച്ച് എണ്ണയും കോയമ്പൊക്കെ തേച്ച് ദിക്റും ദുആയൊക്കെ വർദ്ധിപ്പിച്ച് അവനെ കൊണ്ട് കഠിനമായി ഇരിക്കുക. അതല്ലാതെ ചെറുപ്പക്കാരന്മാർ ഓടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ രോഗത്തിന് എന്തില്ല? മരുന്നില്ല. ശരി, അപ്പോൾ വൃദ്ധ അവസ്ഥ എപ്പോഴും 40 വയസ്സ് മുതൽ തുടങ്ങും. 40 വയസ്സ് മുതൽ ശരീരത്തിൻ്റെ പിന്നെ വളർച്ചയ്ക്ക് കീഴ്പോട്ടാണ്, മുകളിലേക്കാവില്ല. ഉള്ളതിനനുസരിച്ച രൂപത്തിൽ തൃപ്തിപ്പെട്ടു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, ചികിത്സ എന്ന് പറയുന്നത് ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പഠിപ്പിച്ച സംഗതിയാണ്. അത് ചിന്തയോടെ ഉപയോഗിക്കേണ്ടതാണ്. ഒരു മനുഷ്യനും അവൻ്റെ ശരീരത്തിന് ഹാനികരമായ അവസ്ഥയിലുണ്ടാകുന്ന യാതൊന്നിനെയും തേടിപ്പോകാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് പഠനം ഒരുപാട് വിശാലമാണ്. ഏത് രംഗത്തും ഏതൊക്കെ രോഗത്തിന് ഏതൊക്കെ ചികിത്സയാണ് നല്ലത്, ഏതിനാണത് ആശ്വാസവും ശമനവും സമാധാനവും കിട്ടാൻ വേണ്ടിയാണ്. ഏത് ചികിത്സകൾ നടത്തിയാലും, എത്ര ഉന്നതമായ ചികിത്സ നടത്തിയാലും റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക.